ഇന്ന് രാവിലെ ഞാൻ എടുത്ത വീഡിയോ ഞാൻ ഒരു 10-11 മണിയായപ്പോഴത്തേന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തായിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ആ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് കിട്ടി. കാരണം ഞാൻ അതിൻ്റെ അകത്തിട്ട പാട്ടിന് എന്തോ കോപ്പിറൈറ്റ് വന്നതാണ്. പക്ഷെ ഞാൻ അറിഞ്ഞുകൊണ്ടിട്ടതല്ല ആ പാട്ട്. ഞങ്ങൾ നടന്നു പോകുന്ന വഴിയിലെ വീഡിയോ ഞാൻ പിടിച്ചതായിരുന്നു. പക്ഷെ ഞങ്ങൾ നടന്നു പോകുന്നിടത്ത് 2-3 വീടുണ്ട്. അപ്പോൾ അതിലൊരു വീട്ടിൽ നിന്ന് ഏതോ ഒരു തമിഴ് പാട്ട് കേട്ട്. അപ്പം ഞാൻ ഓർത്ത് അതൊന്നും വലിയ കാര്യമല്ലെന്ന് കരുതി ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ലേ നോക്കത്തുള്ളൂ എന്ന് കരുതിയാണ് ഇട്ടത്. പക്ഷെ ആ പാട്ടിനായിരുന്നു എനിക്ക് കോപ്പിറൈറ്റ് വന്നത്. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ആക്കി. പിന്നെ ആ വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ട് ഒന്നും കൂടി ഇടുന്നതേ ഉള്ളൂ. ഇത് കോപ്പിറൈറ്റ് വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഇന്ന് രാവിലെ ഞങ്ങൾ പോയപ്പോഴത്തേന് ഇന്ന് ആദ്യമായിട്ട് വേനൽ മഴ പെയ്തു. മാർച്ച് 1-ാം തീയതി ആയിരുന്നു ഇന്ന്. അതുകൊണ്ട് കുടയൊക്കെ പിടിച്ചാണ് പോകുന്നത്. മുടയിലുള്ള കുട അവൾ LKG പഠിച്ചപ്പോൾ ഞാൻ മേടിച്ചു കൊടുത്ത കുടയാണ്. ഈ കുടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ കുട ഇതുവരെ ഞാൻ കളഞ്ഞിട്ടില്ല. എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ ഭയങ്കര പട്ടിശല്യമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും കയ്യിൽ വടി പിടിച്ച് നടക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും ഈ കുടയായിട്ടേ മോളും ഞാനും പോകത്തുള്ളൂ. അതാണ് ഈ കുട. അതുകൊണ്ട് ഇന്ന് മഴ പെയ്തുകൊണ്ട് അവൾക്കും ഒരു കുട എടുത്തു. ആ കുട അവൾക്ക് ഉപകാരപ്പെട്ടു. അതുപോലെ തന്നെ ഞാൻ വേറെ കുടയും പിടിച്ചു. പിന്നെ ഞങ്ങൾ നടന്നു പോകുന്ന വഴി നിങ്ങൾ കണ്ടില്ലേ, കുറച്ച് കട്ട ഇറക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ കിഴക്കൊക്കെ ഉള്ളവർ വാഴയ്ക്കും തെങ്ങിനൊക്കെ തടവെടുക്കുമ്പോൾ മണ്ണായിരിക്കും ഇടുന്നത്. ഇവിടെ ഉള്ളവർ ഈ തോട്ടിൽ നിന്ന് കുത്തിയെടുക്കുന്ന കട്ടയാണ് ഇടുന്നത്. അങ്ങനെ 2 വ്യത്യാസമുണ്ട് കിഴക്കും പടിഞ്ഞാറും തമ്മിൽ. ഇവിടെ ആരും മണ്ണിടുന്നത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും ഇതുപോലെ കട്ടയാണ് തെങ്ങിനൊക്കെ ചുറ്റും ഇടുന്നത്. പിന്നെ ഉള്ള കുഴപ്പം എന്നാന്ന് വെച്ചാൽ ഈ ഒരു സാധനം നല്ല മഴയുള്ള സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇത് അരുത്തിട്ട് ഈ വഴിയിലോട്ട് ഞങ്ങൾ നടന്നു വരുന്ന ഈ വഴിയിലെല്ലാം ആയിക്കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ പറ്റും. നമ്മൾ തെന്നി ചിലപ്പോൾ തൂട്ടിപ്പോയെന്നൊക്കെ ഇരിക്കും. ഉണക്ക സമയത്ത് ഇട്ടാൽ വലിയ കുഴപ്പമില്ല. ഇത് ഉണങ്ങി കിടക്കുമ്പോൾ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ പുറത്ത് വല്ല ഓലക്കമ്പോ ഓലക്കാലോ ഒക്കെ ഇട്ടിട്ടേ അതിൻ്റെ പുറത്തോട്ട് ചവിട്ടി നടക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ ഇന്ന് പരീക്ഷയാണ്ട് പോകാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് രാവിലെ തന്നെ മഴയാണെങ്കിലും നടക്കാമെന്ന് കരുതി. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ദൈവമേ ഇനി ഒന്ന് സ്കൂളൊന്ന് അടച്ചാൽ മതി, നടന്ന് മടുത്തെന്ന്. രാവിലെ 8 മണിയാകുമ്പോൾ ഇറങ്ങി വീട്ടിൽ നിന്ന് നടക്കുന്നതല്ലേ. അവളായോണ്ട് നടക്കുന്നു. എപ്പോഴും പറയും ഞാൻ ആയോണ്ടാണ് നടക്കുന്നത്, വേറെ വല്ല പിള്ളേരാണെങ്കിൽ നടക്കത്തില്ലെന്ന്. അപ്പോൾ ഞാൻ പറയും സാരമില്ല മുത്തേ, ഇപ്പം കുഞ്ഞിങ്ങനെ കഷ്ടപ്പെടുന്നതുകൊണ്ട് വലുതാകുമ്പം കുഞ്ഞിന് ദൈവം നല്ല കാലം തരും. അതുകൊണ്ട് കുഞ്ഞിലെ സൂഹിക്കുന്ന പിള്ളേരൊക്കെ വലുതാകുമ്പം കഷ്ടപ്പെടുക. അതുകൊണ്ട് കുഞ്ഞിന് കുഴപ്പമൊന്നും വരത്തില്ലെന്നൊക്കെ പറഞ്ഞ് മോട്ടിവേഷൻ ചെയ്യും ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ ശക്തമായിട്ടുള്ള മഴയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചാറുന്നു. പിന്നെ ആദ്യത്തെ വേനൽ മഴ ആയതുകൊണ്ട് ഇനി ഇതുകൊണ്ട് ഇനി പരീക്ഷയൊക്കെ വരുമല്ലേ, മഴയൊക്കെ പനിയെങ്ങാനും പിടിച്ചാലോ എന്ന് കരുതി കുടയങ്ങ് എടുത്തന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് മാങ്ങയൊക്കെ പൂത്തെന്ന് തോന്നുന്നു. എന്നാലും വന്നപ്പം മാവ് പൂക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പം ചെറുതായിട്ട് മാങ്ങയൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. 1 മാസം കൂടെ കഴിയുമ്പോഴത്തേന് മാങ്ങയൊക്കെ അത്യാവശ്യം മാവിൽ നിന്ന് പറിക്കാനുള്ള വലിപ്പമാകുമെന്ന് തോന്നുന്നു. നടന്നിട്ട് ഞങ്ങളുടെ വഴി അങ്ങോട്ട് തീരുന്നില്ല. ഇനി ഒരു 10 മിനിറ്റും കൂടെ നടന്നാലേ ഞങ്ങൾ റോഡിലെത്തത്തുള്ളൂ. എന്നാലും ഞാനും മോളും വീണ്ടും നടക്കാൻ തുടങ്ങി. നടക്കുന്ന ഇടയിൽ അവൾ എന്നോട് ചോദിക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് അമ്മ തന്നെയാണോ എന്നെ കൊണ്ടുവരാൻ വരുന്നത്, അതോ ഞാൻ തന്നെ നടന്ന് വരണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ഒന്നും വരണ്ട, എന്നും വരുന്ന പോലെ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. ഇടയ്ക്ക് അവൾ ചോദിക്കുന്നു, അമ്മ ഇതെന്നെ പാടത്ത് നെല്ലിൻ്റെ കളർ ഇപ്പം എന്നാ ഗോൾഡൻ കളറായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, മുത്തേ നെല്ലൊക്കെ കൃഷിയൊക്കെ ചെയ്ത് വിളവെടുപ്പിനുള്ള സമയമായി, അതാണിപ്പം നെൽപ്പാടങ്ങളുടെ പച്ച കളർ മാറി ഇപ്പം ഗോൾഡൻ കളറായെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവൾ എന്നോട് എന്തൊക്കെയോ ചോദിച്ചു. ഞാൻ അതിനുള്ള ഉത്തരവൊക്കെ കൊടുത്ത് ഞങ്ങൾ വീണ്ടും നടക്കുകയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ചില സമയത്തൊക്കെ കുട പിടിക്കാൻ ഭയങ്കര മടിയാണ്. അതിനെന്നോട് ചോദിച്ചു, അമ്മ ഞാൻ കുട നിവർത്തുന്നില്ല, ഞാൻ മടക്കിക്കോട്ടെ എന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു മഴയായതുകൊണ്ട് യൂണിഫോമൊക്കെ നനയും, പിന്നെ ടീച്ചർ വഴക്ക് പറയും, അതുകൊണ്ട് മര്യാദയ്ക്ക് കുട പിടിച്ച് നടക്കാമെന്നൊക്കെ പറഞ്ഞു. ഇടയ്ക്ക് കുട അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവൾ ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെയും നടന്നു. ഇനിയും കുറച്ച് നേരത്തേക്ക് ഞാൻ മിണ്ടുന്നില്ല. ഇനി എന്താ നിങ്ങളോട് പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് ഞാൻ സൈലൻ്റ് ആയിട്ടിരിക്കും.
വീട്ടിലൊക്കെ അമ്പൽപ്പൂവിൻ്റെയൊക്കെ സീസണാണ്. ചില സൈഡിലൊക്കെ കുന്നുകൂടി കാണും, ചില സമയത്ത് അവിടെയൊക്കെ കുറവാണ്. വേണ്ട, നിങ്ങളിപ്പോൾ പോകുമ്പോൾ ഈ കാണുന്നില്ലേ, ഇവിടെയാണ് ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച തെന്നിയടിച്ച് വീണ് എൻ്റെ കാല് മടിഞ്ഞൊക്കെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഈ വഴി വരുമ്പോൾ എനിക്ക് എപ്പോഴും ഓർക്കും, ഈശ്വരാ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടാണല്ലോ വീണത്. അതുകൊണ്ട് അവിടെ വരുമ്പോൾ ഞാനൊന്ന് സൂക്ഷിച്ചേ നടക്കത്തുള്ളൂ. പിന്നെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും ഒന്നും റോഡ് എത്തുന്നില്ല. ഏകദേശം ചാറ്റമഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ എതിരെ വണ്ടിയും വെള്ളമൊന്നും ഇല്ലാത്തത് കൊണ്ട് തടസ്സങ്ങളൊന്നുമില്ല, സുഖമായിട്ട് നടന്നങ്ങ് പോകാം. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പോകുമ്പോഴാണ് പാട് വരുന്നത്. ഒരാൾ ഒരു സൈഡിൽ ഒതുങ്ങിയാൽ മാത്രമേ ഞങ്ങൾക്ക് അടുത്തൊക്കെ പോകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ തൂട്ടിപ്പോവും. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ നടക്കുവാണ്. ഇനി ഒരു 5 മിനിറ്റും കൂടെ നടന്നാലേ ഞങ്ങൾ റോഡിലെത്തത്തുള്ളൂ. ഈ ഷീറ്റ് കാണുന്ന വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ വന്നപ്പോഴായിരുന്നു ആ തമിഴ് പാട്ട് കേട്ടത്. ആ പാട്ട് കേട്ടിട്ടാണ് ഇന്ന് എൻ്റെ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് വന്നത്. അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഇട്ടപ്പോൾ ആ വീഡിയോ ഡിലീറ്റ് ആക്കിയത്. ഈ വീട്ടിലെ പശുവിനാണ് എല്ലാ ദിവസവും ഞാനും മോളും വൈകുന്നേരം വരുമ്പോൾ പുല്ല് കൊടുക്കുന്നത്. അതുകൊണ്ട് ആ പശുക്കൾ ഞങ്ങളെ കാണുമ്പോൾ എപ്പോഴും നോക്കും, പുല്ല് തരാവോ എന്നായിരിക്കും അവർ ചോദിക്കുന്നത്. പിന്നെ ഞാൻ അവളോട് പറഞ്ഞു, ഇപ്പം കൊടുക്കാൻ സമയമില്ല, നമുക്ക് വൈകുന്നേരം വരുമ്പം കൊടുക്കാമെന്ന് പറഞ്ഞു. അതിനാണ് മോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുന്നത്. ഈ ഒരു വീടും കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ റോഡ് എത്താറായി. ഞങ്ങളുടെ ഈ നാട്ടിൽ കൂടുതലും കണ്ടങ്ങളായിരിക്കും കൂടുതൽ, വീട് കുറവാണ്. ഇത് പിന്നെ അവിടെ ഇത്രയും നടന്നു വന്നപ്പോൾ കാല് മൊത്തം ചെള്ളയായി. അപ്പം ഞങ്ങൾ റോഡിൽ കയറുന്നതിന് മുമ്പ് കാല് കഴുകി വൃത്തിയാക്കിയിട്ട് ബസ്സിലൊക്കെ കയറത്തുള്ളൂ. അല്ലെങ്കിൽ വണ്ടിയിൽ കയറുന്നവർ ചോദിക്കും, ഈ കൊച്ചുപേരൊന്നും കുളിയും തന്നെ ഇല്ലാത്തവരാണോ. അതുകൊണ്ട് എപ്പോഴും ഇവിടെ വന്ന് കാല് കഴുകി വൃത്തിയാക്കിയിട്ടാണ് റോഡിലോട്ട് കയറുന്നത്. ഇപ്പം ഇച്ചിരി വെള്ളക്കുറവാണ്, അല്ലെ ഈ സ്റ്റെപ്പൊക്കെ നിറച്ച് വെള്ളമോ അത്രയൊന്നും നമുക്ക് താഴോട്ട് ഇറങ്ങേണ്ട വരത്തില്ല. ഇനി കുറച്ചും കൂടെ വേനലാകുമ്പോൾ ഈ വെള്ളം വീണ്ടും തരും. പിന്നെ നമ്മൾ തോട്ടിലോട്ട് ഇറങ്ങി നിന്നിട്ട് വേണം കാല് കഴുകുക. അങ്ങനെ അവൾ കടവിൽ കാലൊക്കെ കഴുകാൻ റെഡിയാകുന്നു. ഓട്ട വന്നില്ല, അതുകൊണ്ടാണ് പതിയെ സാവധാനം കാലൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുന്നുണ്ട്, ഒത്തിരി കഴുകണ്ട, പെട്ടെന്ന് കയറിക്കോ, ഓട്ടോ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഒന്ന് നിർത്തി പെട്ടെന്ന് കയറിയത്. അങ്ങനെ ഞങ്ങൾ നടന്ന് തോട്ടിൽ കാലും കഴുകി ബസ് സ്റ്റോപ്പിലോട്ടെത്തി. ബസ് സ്റ്റോപ്പിലെത്തി ഞാൻ പറഞ്ഞ് ബസ്സിലല്ല പോകുന്നത്, ഓട്ടോയ്ക്കാണ് പോകുന്നത്. ഇപ്പോൾ ഓട്ടോ വരും, അതുവരെ ഞങ്ങൾ ഈ റോഡിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ സമയം കളയും. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, മതി നിർത്തിക്കോ എന്ന്.